പുള്ളിക്കാരി പറഞ്ഞാൽ തമിഴ്നാട്ടുകാരിയാണ്. നമ്മുടെ പാലക്കാടിൻ്റെ കിഴക്ക് പ്രദേശം, ചിറ്റൂർ, ആലത്തൂർ താലൂക്കൊക്കെ നമ്മുടെ പാലക്കാടിൻ്റെ കിഴക്ക് ഭാഗം. അതിൽ പാലക്കാട് തന്നെ മദ്രാസി ഗവൺമെൻറ്റിൻ്റെ ആയിരുന്നല്ലോ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അന്ന് ഈ തമിഴ് ചൊയ്യായിട്ട് സംസാരിക്കുന്നവരാണല്ലോ നമ്മളൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ എല്ലാവരും അന്ന് സംസാരിച്ചത് തമിഴാണ്. അതുകൊണ്ടായിരിക്കാം ഈ തമിഴ് പൊറാട്ടുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം, അല്ലെങ്കിൽ നമുക്കൊരു തെളിവ്. തമിഴ് കേരള സംസ്കാരങ്ങൾ ഇടകലർന്ന കിഴക്കൻ പാലക്കാടാണ് പൊതുവെ പൊറാട്ടിൻ്റെ ഒരു ഭൂമിക എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്ന് പാലക്കാട് ചുരം വഴി കടന്നു വന്ന നിരവധി പരദേശ കൂട്ടങ്ങളുടെ കഥയാണ് പൊതുവെ പൊറാട്ടിൽ അവതരിപ്പിക്കുന്നത്. என் ஊரு வந்து ஐயா, நான் வந்து திருப்பத்தூர்காரி தானே ஐயா. திருப்பத்தூர்காரியா? ஆமா ஐயா. உன் பேர் வந்து? என் பேர் வந்து ஐயா சொல்றேன் கேளு ஐயா. என் பேர் வந்து காமாட்சி தானே ஐயா. காமாட்சி தானா? ஆமா ஐயா. உன் தொழில் என்ன ஐயா? என்ன பார்த்து உங்களுக்கு தெரியாதா? தெரியாதுல ஐயா, நான் வந்து പൂവാണ്ടിച്ച് தானே ஐயா. പാലക്കാട് നഗരത്ത് കൽപ്പാത്തി പുഴയ്ക്ക് അപ്പുറത്തും ഇപ്പുറത്തുമായി, കൽപ്പാത്തി പുഴയുടെ ഇപ്പുറത്ത് തമിഴ് അഗ്രഹാരങ്ങൾ കാണാം, അപ്പുറത്ത് മുസ്ലിം വിഭാഗം റാവുത്തന്മാരുടെ വലിയ സെറ്റിൽമെൻറ്റ് കാണാം. അതിനങ്ങോട്ടങ്ങോട്ട് നിരവധി പരദേശ തമിഴ് കൂട്ടങ്ങൾ ആവാസ വ്യവസ്ഥകളായിട്ട്, ജനപദങ്ങളായിട്ട് ചിതറിക്കിടക്കുന്ന ഒരു ലാൻഡ്സ്കേപ്പാണ് കിഴക്കൻ പാലക്കാടിൻ്റേത്. പിന്നെ എനിക്കറിയാലോ വട്ടത്തില് ഈ അഗ്രഹാരങ്ങൾ നിറഞ്ഞിരിക്കുന്ന ഒരു പ്രദേശമാണ് പാലക്കാട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ കൽപ്പാത്തി, അതുപോലെ ഒരുപാട് അഗ്രഹാരങ്ങളുണ്ട്. അവിടെ പൂകൾ വിറ്റ്, പൂവാവണീയത്തിന്, പൂ വിൽപ്പനയ്ക്ക് അവരെ പൂ വാങ്ങാൻ കഴിയുള്ളൂ. മറ്റുള്ളവർക്കൊന്നും പൂ വാങ്ങി തലയിൽ വയ്ക്കാനൊന്നും സാധിക്കില്ല. അപ്പോൾ അവർ അവിടെ പൂ കച്ചവടം ചെയ്യുന്ന ഒരു തമിഴ്നാട്ടുകാരിയാണ്. പൂർണ്ണമായും തമിഴ് പാരമ്പര്യമുള്ള തമിഴകത്തിൻ്റെ സംസ്കാരം, പ്രത്യേകിച്ച് സംഘകാല സംസ്കാരം അവതരിപ്പിക്കുന്ന, മധുരയുടെ കഥ പറയുന്ന പൂക്കാരി ഈ പൊറാട്ടിനകത്ത് വളരെ വ്യത്യസ്തമായിട്ടുള്ള, വളരെ അഭിജാതമായ ഒരു നിലയുള്ള ഒരു കഥാപാത്രമായി നമുക്ക് കാണാൻ കഴിയും. 50 രൂപ ഒന്നും കൊടുക്കാൻ മുടിയാത്. നീ ഒരു കാര്യം ചെയ്യ്, നീ 8 അണയ്ക്ക് പൂത്താ. ஐயா, எனக்கு ஒரு மாலை பூ வேணும், உனக்கு என்ன கொடுக்க வேணும்? ஒரு மாலைக்கு வந்து 1000 ரூபா தானே. அப்படிയൊന്നും சொல்லக்கூடாது, ചോദ്യക്കാരനോടാ പറയണം. 8 അണയ്ക്ക് പൂത്താ, എടാ പൂ തരുമോ ചോദിക്കുക, എന്താ പൂത്താ പറയണം. இப்படிதானே உள்ள உன்னை தேடி வர யாராவது இருக்குதா? யார் இருக்குது? எனக்கு ஒரு புருஷன் இருக்கு. ഓ, നിനക്ക് പുളുകനുണ്ടാ? അങ്ങനെ പൂ വിട്ട് തിരിച്ചു വരുന്നത് നേരം വൈകിയപ്പോൾ പിന്നെ ഭർത്താവ് തേടി വരികയാണ്. അയാൾക്ക് പേര് സിന്ധുമുത്തുവാണ്. അയാൾ മധുരക്കാരനാണ്. അതെല്ലാം തമിഴിൽ പറഞ്ഞ് മലയാളത്തിൽ അതിനെ തർജ്ജമ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ അതിനെ അഗനിസ്റ്റ് പറഞ്ഞിട്ട് ഡബിൾ മീനിങ് ആയിട്ട് എല്ലാവരും തിരുടൻ എന്ന് சொல்றது அது ஏன் ஐயா? அது எப்படி என்றால் ஐயா, அது வேற ஒண்ணும் இல்ல, நான் சொல்லி தரேன் கேள் ஐயா. ஐயா, நேர்மையான பழக்கத்தினால அவன் மனதை இட பிடித்ததுனால திருடன் என்று பேர் வந்தது.
அல்லாட்டி நீங்க நினைக்கிற மாதிரி நான் ஒரு திருடன் அல்ல. நேர்மையான வைத்தியம் பார்த்து அவங்க மனதில் இடம் கொடுத்ததுனால உன்னை எல்லாரும் திருடன் என்று சொல்றது. ஆமா, അല്ലാട്ടി നീ ഒരു തിരുടനല്ല. நீங்க நினைக்கிற மாதிரி ഈ പൂക്കാരി വിൽക്കുന്നതൊക്കെ തമിഴ് പൂക്കളാണ് എന്നതാണ്. ഈ തമിഴ് പൂക്കാരിയോട് ചോദ്യക്കാരൻ ചോദിക്കുന്നത് തൊട്ടാവാടി പൂവുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പൊതുവെ പൂവ് വാങ്ങിക്കാൻ സമ്പത്തുള്ള തമിഴ് ബ്രാഹ്മണന്മാരാണ് പ്രധാനമായിട്ടും പൂക്കാരിയുടെ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. അവസാനം 8 അണ കൊടുത്ത് പൂക്കാരിയിൽ നിന്ന് പൂ വാങ്ങിക്കുന്ന ചോദ്യക്കാരൻ, നിർധനായ ചോദ്യക്കാരൻ, താനത് മറ്റൊരാവശ്യത്തിന് വേണ്ടിയാണ് ആ പണം എടുത്തു വെച്ചിട്ടുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് 8 അണ ചോദിക്കുകയും അവസാനം പൂക്കാരി 8 അണ തിരിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലാണ് ഈ കഥ അവതരിപ്പിച്ചിട്ടുള്ളത്. പ്രധാനമായിട്ടും ഈ തമിഴ് വംശപാരമ്പര്യത്തെ, അതോടൊപ്പം തന്നെ ദ്രാവിഡ സംസ്കാരത്തെ, അതിൻ്റെ എപ്പിക്കുകളെ അവതരിപ്പിക്കുക എന്നതാണ് പ്രധാനമായിട്ടും പൂക്കാരി എന്ന കഥയുടെ കഥാപാത്രത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയാം. ஐயா, எங்க சண்டை வழக்கம் எல்லாம் முடிஞ்சாச்சு. நாங்க நல்லபடியா ஊருக்கு போயிட்டு வரோம். போயிட்டு வாங்க.